ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. കറന്റ് ഞാനിപ്പോ ബഹ്റൈനിലാണ് ഉള്ളത്. ആക്ച്വലി പെരുന്നാളിന്റെ ഒക്കെ വ്ളോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞങ്ങൾ കൂട്ടത്തോടുകൂടി വേറെ എവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പം ഞാനും അല്ലാതെ സെപ്പറേറ്റ് ഒരു സോളോ ട്രിപ്പ് ഒക്കെ അടിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം അറിയാലോ, യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്നേ. ഞാൻ ആ ഒരു ഇറാന്റെ എയർപോർട്ടിൽ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടിരുന്നതുകൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് നേരെ വിസ ഉള്ള ഒരു സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത്. വേറെ എവിടേക്കും അല്ല, ബഹ്റൈനിലാണ്. ഞാൻ ആദ്യപ്പോഴേ പറഞ്ഞല്ലോ. സോ അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബഹ്റൈനിൽ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഓൾറെഡി എനിക്കിവിടെ വിസ ഉണ്ട്. അപ്പം ഞാൻ കുറെ സ്ഥലങ്ങളൊക്കെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പോകാത്ത സ്ഥലത്തും പോകണമെന്നുണ്ട്, പോയ സ്ഥലത്തും വ്ളോഗ് എടുക്കാൻ പറ്റാത്ത, നമ്മൾ പോയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയും പോകണമെന്നുണ്ട്. അപ്പം ഞാൻ ഒരു സിറ്റി ടൂർ നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ്ലി ഞാൻ ഒരു ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഇപ്പൊ കറന്റ് ഉള്ളത് ബഹ്റൈനിലുള്ള ജുഫൈർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യൂ വരെ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഉള്ളത്. എനിക്ക് പേര് ഇവിടെ കോക്കൂസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നോർമലി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്ക് പേരും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവില്ല. ഇവിടെ അതില്ല. ബട്ട് റെസ്റ്റോറൻറ്റ് പേര് അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫുഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് പോകാം. എന്റെ ഫേസ് ഉണ്ട്, നിങ്ങൾ ആരും നെട്ടണ്ട, ഇതെന്റെ റിയൽ കോലമാണ്. ഞാൻ മനഃപൂർവ്വമാണ് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടാത്തത്. ബിക്കോസ് എന്താ വെച്ചാൽ ഞാൻ ഫുഡ് കഴിക്കാനാണല്ലോ പോകുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി ഇതുപോലെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് മരണപ്പെട്ടല്ലോ. അപ്പം ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, അതിൽ ഒരുപാട് പർപ്പസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാക്സിമം അവോയ്ഡ് ആക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാനത് റിയലൈസ് ചെയ്തു. കാരണം എന്നെ സംബന്ധിച്ചിട്ട് നമുക്കൊരു കാര്യം ദോഷമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഫോട്ടോ നല്ല വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ ലിപ്സ്റ്റിക് യൂസ് ആക്കും. മാക്സിമം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒഴിവാക്കാണ്ട് ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും ഓക്കെ. അപ്പോ ഇൻഷാ അല്ലാ ഞാൻ പോയി ഫുഡ് എന്താ വെച്ചാൽ നോക്കിയിട്ട് ഓർഡർ ആക്കട്ടെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്താ ഓർഡർ ആക്കേണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇപ്പുറം ഒക്കെ എല്ലാ ടേബിളിലും കണ്ടൊരു മെയിൻ സാധനമായിരുന്നു ഇത്. അപ്പൊ ഇതിന്റെ പേര് വന്നിട്ട് റിസോട്ടോ കോൺ പോല്ലോ അങ്ങനെ എന്തോ ആണ്. ബട്ട് റൈസ് ആണ്. അത് ആദ്യം മനസ്സിലായി, ഞാൻ എന്തോ ബർഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ മനസ്സിലായത് റൈസ് ആണെന്നുള്ളത്. മെഗന് ചിക്കൻ ആണ്. ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ പെന്നി പാസ്തയാണ്. മിക്സ് സോസ് ആണ്. ഞാൻ നോർമലി അൽഫ്രേദയാണ് പറയാറ്, വൈറ്റ് കളറിലുള്ള സോസ്. ഇപ്പൊ ഇന്ന് ഈ ഒരു മിക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡ്രിങ്ക് വന്നിട്ട് ഇവിടുത്തെ സിഗ്നേച്ചർ ഡ്രിങ്ക് ആണ്. സിഗ്നേച്ചർ കോഫി പീച്ച് എന്നാണ് ഇതിന്റെ പേര്. ഇതും എല്ലാവരുടെയും ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം അവിടെ ഇവിടെയും കണ്ടതിന്റെ പേരിൽ മാത്രമാണ് ഇതൊക്കെ ഓർഡർ ആക്കിയിട്ടുള്ളത്. ഇതിന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കഴിച്ചിട്ട് ഞാൻ പറയാം ഇത് ഒത്താണോ അതോ വെറുത്തതാണോ എന്നുള്ളത്. ഓൾറെഡി ഇത് ഷ്രെഡഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. വീടില്ല പോലെ രക്ഷയില്ലാട്ടോ. ഒരു ഒറിഗാനോടെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നോർമലി പാസ്ത കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സോസിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, അടിപൊളി ഇട്ടാ. ബെസ്റ്റ് ഐറ്റം. വെറുതെ ആൾക്കാരുടെ എല്ലാ ടേബിൾ ഇത് കാണുന്ന. ടെൻ ഔട്ട് ഓഫ് 10 ആണ്. അത്രയും പൊളിയാണ്. റൈസാണെന്ന് അറിയുന്ന പോലെയില്ല. ആക്ച്വലി കഴിക്കുമ്പോഴും അറിയുന്നില്ല റൈസ് ആണെന്നല്ല. ലൈക്ക് ആദ്യം വെച്ചാൽ ഞാനിങ്ങനെ സോസ് പാനിൽ തന്നെ ഫുഡ് കഴിക്കുന്നത്. നോർമലി പ്ലേറ്റിലൊക്കെ അല്ലേ നമ്മൾ സെർവ് ചെയ്ത് കഴിക്കാറ്. ഇവിടെ പ്ലേറ്റ് ഒന്നുമില്ല. എന്തിലാണോ അവർ ഫുഡ് തരുന്നത് അത് നമ്മൾ കഴിച്ചോളണം. ഇതൊരു സോസ് പാനിലാണ്. ഇത് ഓൾറെഡി കഴിച്ചു. എനിക്കൊരു ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. ഇത്രയും ഞാനാട്ടോ കഴിച്ചത്. എന്താ ഇതിന് ഇത്ര ടേസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരുപാട് പാസ്ത പല സ്ഥലങ്ങളിലും കഴിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിലും കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും യമ്മി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ആദ്യമായിട്ട് കഴിക്കുന്നത്. നമ്മുടെ സിഗ്നേച്ചർ ഐസ് ടീ പീച്ച് എന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ മുന്നേ വേറെ എന്തോ പറഞ്ഞത്. പക്ഷെ രണ്ടും സെയിം തന്നെയാണ്. ബട്ട് യഥാർത്ഥ പേര് അതാണ്. കുടിച്ചോക്കെ എങ്ങനെ ഉണ്ടെന്ന്.
ഐസും മാത്രമേ വരുന്നുള്ളൂ. ഒരു പീച്ചിന്റെ ഫ്ലേവർ വരുന്നുണ്ട്. ടീയുടെ ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും വരുന്നില്ല. ആക്ച്വലി പീച്ചിന്റെ തന്നെ വരുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. സൈഡിലോട്ട് മാറ്റി വെക്കാണ്. നമുക്ക് ഫുഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഫുഡ് അധികം കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതാണ്. ഒരുപാട് നീട്ടിങ്ങനെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്റെ സ്വഭാവം അതാണ്. സോ നമുക്ക് ഈ ഫുഡിന്റെ കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ബാക്കി എവിടെയെങ്കിലൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ. സോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ബഹ്റൈനിലെ ഒരു ഹിഡൻ സ്പോട്ട് ആയിട്ട് ആൾക്കാർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെ സ്ഥലമോ പിക്നിക് സ്പോട്ടോ അങ്ങനെയൊന്നും അല്ല. ഇത് വന്നിട്ട് ഏതൊരു വീടിന്റെ വഴിയാണ്. അപ്പൊ അവരങ്ങനെ സെറ്റ് ആക്കിയിരിക്കുന്നതാണ്. ഇതൊരു ഗല്ലിയാണ് കേട്ടോ. കുറച്ച് പാടുപെട്ടിട്ടാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റിയത്. പാർക്കിംഗ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്നെ ഇവിടെ ഇറക്കി വിട്ടു. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല. മുന്നേ വന്നപ്പോ ഒരു ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ പോയതിനു ശേഷം വീഡിയോ വന്ന് എടുക്കാന്ന്. ഇവിടെ ആരില്ലാത്തപ്പോഴാണ് കുറച്ച് ബെറ്റർ. അപ്പൊ ഞാൻ ഈ ഒരു സ്ട്രീറ്റ് കാണിച്ചതാട്ടോ. നല്ല അടിപൊളി ഇൻസ്റ്റഗ്രാമിക് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല സ്ട്രീറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ നാലിൽ വരുന്നതിന് മുമ്പ് ഫ്രം ദ ബിഗിനിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഒരു വീട്ടിലോട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എനിക്ക് ഈ സ്ഥലം ഉടനെ കാണാൻ പറ്റുമെന്നുള്ള. മിററിലൊക്കെ കാക്ക തൂറിയതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. വാവ്, നല്ല രസമുണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരാള് സെറ്റ് ആക്കിയതാണ് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ. തൊട്ടിലാണോ? ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. ഓരോന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടേ. ഇതുണ്ടോ നമ്മളുടെ മറ്റേ കെറ്റില് ചായ ഇടുന്ന സാധനം. ഇത് നമ്മള് ബഹൂർ ഇടുന്ന സംഭവമില്ലേ, സാമ്പ്രാണിയൊക്കെ ഇടുന്ന ആ സാധനമാണ്. പിന്നെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ബഹൂർ ആണെന്ന് തോന്നുന്നു. മുക്കിന് ഒരുപാട് എന്താ പറയാ മിററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇപ്പൊ ഒരാൾ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അയാളെ ഞാൻ മാക്സിമം എടുക്കാണ്ടിരിക്കാൻ ശ്രമിച്ചു. കാരണം ഈ ഒരു വഴിയിൽ ഇങ്ങനെ ആരെയും കാണുന്നതിൽ വലിയ രസം ഉണ്ടാവില്ല. പിന്നെ ഇത് മുകളില് ആ സംഭവം കഴിഞ്ഞു കേട്ടോ. ആ ഒരു വഴിയൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇവിടെ എന്തൊക്കെയോ തൂക്കിയിട്ടിട്ടുണ്ട്. അറബിയൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാണെന്നുള്ളത്. അപ്പം ജസ്റ്റ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു സ്ഥലത്ത് എനിക്ക് പറഞ്ഞത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊരു വീടിന്റെ വിൻഡോ ആണ് കേട്ടോ. അപ്പം അതില് എന്താ സാധനം മനസ്സിലാവുന്നില്ല. ഇതുവരെ ഒട്ടിച്ചതാണോ എന്താന്ന് അറിയില്ല. അതെ, ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് പെയിന്റ് ഒക്കെ അടിച്ചിട്ട്. നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുട്ടി ഏരിയ ആണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ പോയി. കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം ആരോ എടുത്തങ്ങ് വീഡിയോ ഇട്ടതിന് ശേഷം കംപ്ലീറ്റ്ലി വൈറലായി. അപ്പൊ അങ്ങോട്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഷോക്കേസ് പോലെ ഇവിടെ കുറെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ വന്നപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പം എനിക്ക് സത്യം പറയാനല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ മേഖല ഒരു ഊഞ്ഞാലും ഐ മീൻ തൊട്ടിലോട്ടൊരു സാധനം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ AC-ന്റെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. എനിക്ക് അറിയണ്ട ഇതിനകത്ത് ഇങ്ങനെ കേൾക്കുമെന്ന്. ഞാൻ പറയുന്നതിനേക്കാളും ഹൈലൈറ്റ് ആയിട്ട് കേൾക്കുമെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ. ഞാൻ ഇങ്ങനെ കടന്നു പോകുന്ന വഴികൾ. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് തുറക്കാൻ പറ്റുന്ന ഒരു ഡോർ ആണെന്നുള്ളത്. ആക്ച്വലി വെറുതെ ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നതാണ്. അതങ്ങനെ തുറക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ആൾത്താമസം ഉണ്ട് എന്നുള്ള. ഇത് ഡോർ ആണെന്ന് വിചാരിച്ചതാ. പിന്നെ എനിക്ക് മനസ്സിലായത് ജസ്റ്റ് ഒരു ഫ്രെയിം പോലെ വച്ചിരിക്കുന്നതാണെന്നുള്ളത്.
സത്യം പറഞ്ഞാൽ വിശദമായിട്ട് കാണിക്കാൻ മാത്രം ഇവിടെ ഒന്നുമില്ല. എന്നാലും ആ ഒരു ഭംഗിയുണ്ടല്ലോ. ആ ഒരു ചെറിയ കുട്ടിയിരുന്നു നമ്മളെ നാട്ടില് ഇതുപോലത്തെ ഇടവഴിയിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണുന്നെന്നുള്ളത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. ഒന്ന് വൃത്തി ഉണ്ടാവില്ല, രണ്ടാമത്തത് ഇതിനകത്തൂടെ പോകാൻ വേണ്ടി മിനിമം ധൈര്യം വേണം. ഇപ്പൊ ഞാന് ഇവിടെ ഇപ്പൊ ഒറ്റയ്ക്കാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സംഭവം ഉണ്ട്. രണ്ടാമത്തെ പറയുമ്പോൾ നല്ല ക്ലീൻ ആണ്. യു ക്യാൻ ഗോ. താങ്ക് യു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വൃത്തി ഉണ്ടാവില്ല, സേഫ്റ്റി ഉണ്ടാവില്ല. പിന്നെ ഈ സാധനങ്ങള് എന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോയേനെ. എന്തൊക്കെ ഇവിടെ ഉള്ള അതിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയേനെ. ബട്ട് ഈ ഒരു സംഭവം അൽഹംദുലില്ലാഹ് നമുക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ വീഡിയോയിൽ കണ്ട പോലത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് നിന്ന് വന്നു. ബിക്കോസ് അവിടെ പാർക്കിംഗ് കിട്ടുന്നില്ല. പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീടൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ അധികം സമയം നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അത് വന്നിട്ട് മനാമയിലുള്ള ഗുദൈബിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. അതിന്റെ അടുത്തായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഗള്ളിന്റെ ഉള്ളിൽ, ആ ഒരു സ്ട്രീറ്റിനുള്ളിൽ കുറെ ഷിയ പള്ളികളൊക്കെ ഉണ്ട്. അപ്പം ലൊക്കേഷൻ എനിക്ക് എക്സാക്ട്ലി പറഞ്ഞുതരാമെന്ന് അറിയത്തില്ല. ഇനി ഇവിടെ ബഹ്റൈനിൽ വന്നിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അധികം ആൾക്കാരൊന്നും അങ്ങനെ വീഡിയോ ഇട്ട് കണ്ടിട്ടില്ല. അതിനിപ്പോ കറന്റ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് സെല്ലാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ സെല്ലാക്ക് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഫ്ലെമിംഗോസ് ആണ് കേട്ടോ, റിയൽ ആയിട്ടുള്ള. അപ്പൊ ഞാൻ ഇവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഇതിന് മുന്നേ വന്നിട്ടുള്ള വീഡിയോസ് എനിക്ക് പോസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ ഒരു ഉദ്ദേശത്തോടെ വന്നിട്ട് അധികം വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കുറെ ഇങ്ങനെ പോണ്ട് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കഫേയാണ്. ഈ കഫേന്റെ ഒരു വ്യൂ ആയിട്ട് മാത്രം കുറെ വെള്ളം, ഈ ഫ്ലെമിംഗോസ് ഒക്കെ ഇവിടെ നിൽക്കുന്നേ. മുന്നേ കുറെ ആമകളും കുറെ ഫ്ലെമിംഗോസും നല്ല രസമായിരുന്നു. മറ്റൊരു ഈവനിങ് ടൈമിലൊക്കെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഏകദേശം ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി കാണാൻ മാത്രം ഇപ്പൊ ഒന്നുമില്ല. മുന്നേ ഉള്ള വീഡിയോസ് ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇതിന്റെ കൂടെ പോസ്റ്റ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തിന് എത്രത്തോളം നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളതും ഇപ്പൊ കറന്റിലുള്ള അവസ്ഥയൊക്കെ എന്താന്നുള്ളതും. സോ ഇതിപ്പം ഉറങ്ങി വീണ നമുക്ക് അതിന്റെ അടുത്തോട്ട് പോവാം. ഇതൊക്കെ ഉറങ്ങാനായിട്ടുണ്ട്. എത്ര അടുത്താന്നറിയോ? നമ്മളിത് ഇത്ര അടുത്താ ഇതൊക്കെ നിക്കുന്നേ. അവളോ ഒറ്റക്കാലിൽ നിക്കുന്ന നോക്കിക്ക്. മിക്കേന്റെ തല കാണുന്നില്ല കേട്ടോ. അതിങ്ങനെ ചുരുട്ടി മടക്കി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ അങ്ങ് വെച്ചിരിക്കുക. നോക്കിക്ക്. മുന്നൊന്നിപ്പോ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. ഇപ്പൊ ഇത്രയും പോണ്ടിലും ആകെപ്പാടെ ഉള്ളത് ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഓരോ കഫേസ് ആണ് കേട്ടോ. ഇതിനകത്ത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇതൊരു കഫേയാണ്. അതുപോലെ ഇതൊരു കഫേയാണ്. ഇവിടെ നിന്നാ ഇപ്പൊ നമ്മൾ നടന്ന് വന്നിട്ടുണ്ടായിരുന്നേ. സോ ഈവനിങ് ഒക്കെ വരാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഇപ്പൊ ഈവനിങ് ഇപ്പൊ ഇവിടെ ചൂട് ഈ ഒരു ഏരിയയിൽ കുറവാണ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ചൂട് കുറവാണ്. ഇവിടെയൊക്കെ അവിടെയൊക്കെ ചെറിയ ചെറിയ സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ ഒരു ബ്രിഡ്ജുണ്ട്, അവിടെയൊക്കെ ഇരിക്കാം. ഈവനിങ് ടൈം ഇരിക്കാൻ ബെസ്റ്റാണ്. വരാൻ ബെസ്റ്റാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം നിന്ന ആ ഒരു ഫ്ലെമിംഗോ ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു കഫേന്റെ പുറകിലാണ് കേട്ടോ. ഇതൊരു കഫേ പ്ലസ് റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങി ബാക്കിൽ കൂടെയാണ് വന്നത്. ഓരോ സ്ഥലത്തിലും ഇങ്ങനെ എത്തങ്ങനെ ഓരോരോ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കഫേയാണ്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ആദ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഫ്ലെമിംഗോസും കുറേ ഫിഷും കുറേ ആമകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇനിയിപ്പം അതൊന്നും ഇല്ല. ആൻഡ് ഓൾമോസ്റ്റ് ഇതിൻ്റെ കാര്യം എനിക്ക് ഇവിടെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ സൈഡിൽ വെള്ളമൊക്കെ കുറച്ചത്. ഇവിടെ ഇപ്പം കല്ല് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. വാഷിങ് ഇവിടെ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെള്ളം കുറച്ചിട്ടുള്ളത്. ഏരിയയിലേക്ക് നല്ല എക്സ്പോഷർ ഉണ്ടായിരുന്നു. മുന്നേ ലൈറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ആയിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. പിന്നെ ആ ബാക്ക് സൈഡിൽ നടന്ന് പോകുന്ന സമയത്ത് അതെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ ഇപ്പം അവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത. കുറേ ആമകളും പ്രാവിൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം
ഒന്നുമില്ല ഗൈസ്. എൻട്രൻസിൽ ഇങ്ങനെ കേട്ടോ ഉണ്ടാവുന്നത്. നോക്കിക്കേ ഫ്ലമിംഗോ. ഇവിടെ ഇന്ന് ആൾക്കാർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ സ്ഥലത്തിന്റെ പേരും ജല്ലാക് സ്പ്രിംഗ് എന്നൊക്കെ തന്നെയാണ് കേട്ടോ. അയ്യോ, ഇവിടെ ഞാൻ നിന്ന് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഫ്ലമിംഗോസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കേ ഇവിടെ ഇച്ചിരി പോലും വെള്ളം ഒഴുകുന്നതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഗൈസ്. കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പോവാം ഗൈസ്. കുറെ ഫാമിലി ആൾക്കാര്, ഈ അറബ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഐ മീൻ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് അറബ്സ്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മള് അവരതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലവായിരിക്കുന്നത് കേൾക്കും ആദ്യം. അപ്പം അത് സെക്കൻഡറി ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല. സോ നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ കുറെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയല്ല, അവര് മാത്രം അറബ്സ് എന്നുള്ളൊരു കാറ്റഗറി എന്നല്ല. നമ്മൾ ആരെയും അങ്ങനെ, എന്റെ വീഡിയോസ് കണ്ട പലർക്കും മനസ്സിലാവും ഞാൻ മാക്സിമം മറ്റുള്ളവർ എന്റെ വീഡിയോസിൽ ഇൻവോൾവ് ചെയ്യിക്കാതെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരെന്നല്ല, എന്നാലും അത്യാവശ്യം ഇതിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ എടുക്കലുണ്ട്. ആൻഡ് എന്റെ ഫ്രണ്ട്സ്. ബട്ട് അല്ലാതെ പുറത്തുള്ള ആൾക്കാരെ ഞാൻ എടുക്കൽ വളരെ കുറവാണ്. സോ ഇനിയിപ്പം എന്താ ഇവിടെ കാണിക്കുള്ളതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. ഞാൻ ഇച്ചിരി ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു, ഇവിടുത്തെ സൂക്കിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ബട്ട് എവിടെയും പാർക്കിംഗ് കിട്ടാനില്ലാത്തതുകൊണ്ട് കുറെ അങ്ങ് കറങ്ങി ചുറ്റി ഒരുപാട് വൈകിട്ട് എവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കാണെങ്കിലും ഒന്നുമില്ല. എല്ലാത്തിന്റെ വിഷമമൊന്നും എനിക്കില്ല, കാരണം ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം അല്ലല്ലോ വരുന്നത്. സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തെന്നൊക്കെ ഉള്ളത് മനസ്സിലായി. പക്ഷെ നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഉള്ള വീഡിയോസ് എന്തായാലും കുത്തിക്കയറ്റി എവിടെയെങ്കിലും ഇതിലെന്തായാലും ഇടത്തില്ല, ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ആക്കുന്നുണ്ടെന്ന് ഞാൻ എന്തായാലും മെൻഷൻ ആക്കാം കേട്ടോ. വേറെ എന്താ പറയാനുള്ളത്? വേറെ ഇനിയിപ്പം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാനൊരു ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഒരു ഷോർട്സ് ആക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് രാത്രിത്ത്. ഇനി അതും വ്ളോഗിനൊന്നും പറഞ്ഞ് നീട്ടിപ്പിടിച്ച് ഞാൻ പോകുന്നില്ല. വേറെ വിശേഷം ഒന്നുമില്ല ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ബഹ്റൈൻ വിശേഷങ്ങൾ വഴിയെ കാണാം, ഷോർട്സിലൂടെയും വ്ളോഗിലൂടെയൊക്കെ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ ലൈക്സും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് വീണ്ടും ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുണ്ടാവുക. പിന്നെ നമ്മുടെ ചാനൽ 30K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരുന്നതായിരിക്കും. അപ്പൊ അതെന്താന്നുള്ള ഞാൻ ഒരു വീഡിയോയിൽ പറയാം. അപ്പൊ ഇതിലായിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ പല ആൾക്കാർ വീഡിയോന്റെ അവസാനം വരെ കാണുന്നുണ്ടെന്നും പിന്നെ എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തുള്ള നമുക്ക് കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ.